ആശ്രിതർക്കാശ്വാസമേകുന്നോരെല്ലാം അളവറ്റ ഫിർദൗസിൽ എന്നൊപ്പമല്ലോ. ജാതി മതം നോക്കണ്ട, ആശ്രിതരായിട്ടുള്ള ഏത് മനുഷ്യർക്കും നമ്മൾ ആശ്രയമായാൽ അവർക്ക് കിട്ടുന്ന സമ്മാനം, അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഫിർദൗസ് എന്ന സ്വർഗ്ഗമാണ്. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അല്പം മുമ്പ് സൂര്യമോളുടെ അച്ഛൻ സുനിലേട്ടൻ വിളിച്ചിരുന്നു. ഇതുവരെ നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് 21 ലക്ഷം രൂപ സമാഹരിച്ച്. കടൽ രോഗമാണല്ലോ, ഭീമമായ സംഖ്യ വേണം. ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും ഒരല്പ ദൂരം കൂടിയുള്ളൂ. നമ്മൾ ഒന്നുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ, കൊടുത്തവരൊക്കെ തന്നെയാണ്, നമ്മൾ ഒന്നുകൂടി ചെറിയ സംഖ്യ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അവർ ലക്ഷ്യത്തിലേക്ക് എത്തും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, നിങ്ങളോടെല്ലാം പറയണം, പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ സഹായിച്ചു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ആ കുഞ്ഞിൻ്റെ രോഗമൊക്കെ മാറി ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരട്ടെ. ഞാൻ ഇന്നലെ അവരുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. വളരെ ദയനീയമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെയൊക്കെ വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അതിൻ്റെ അകത്തേക്കൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും അവരുടെ അടുക്കളയും അവരുടെ പരിസരങ്ങളും അവരുടെ ഭിത്തിയും ജനാലയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ സ്വർഗ്ഗം പണിത് ജീവിക്കുകയാണെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്കിതൊന്നും കിനാവ് കാണാൻ കഴിയില്ല. ഈ 21 ലക്ഷം രൂപ പോയിട്ട് ഒരു 10,000 രൂപ പോലും ഞാൻ ചെന്നിടത്തോളം ആ ചേട്ടൻ കിനാവ് കാണാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അൻസാരി സുഹൃത്തിൻ്റെ വാക്കുകൾ കേട്ടില്ലേ? 21 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം ചെയ്തതിൻ്റെ പിന്നാലെ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം തോന്നിപ്പോകട്ടോ അത് കേട്ടപ്പോൾ. എന്തായാലും ആ മോളുടെ രോഗം എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ, അതിനു വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഞാൻ മറ്റൊരു സുഹൃത്തിനും കൂടി ഇവിടെ കാണിക്കാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾ തന്നെ ഹമീദ് കുറ്റൂര്, ഒരു പ്രവാസിയാണ്. ചങ്കള കുറച്ച് ദിവസം മുന്നേ ഒരു ചങ്ക് അവനെ ഒരു സ്കൂളിലും പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ 7 വരെ ഉള്ളൂ. അപ്പോൾ അവിടെ 8ക്ക് ചേർക്കാൻ വേറെ സ്കൂൾക്ക് വെക്കണം. അപ്പോൾ അവൻ്റെ വോയിസ് കേൾക്കും. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ 7 വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പണ്ടുന്ന കുട്ടികളൊക്കെ വേറെ സ്കൂളിൽ കൊട്ടി ചേർത്തിക്കണേ. പിന്നെ ഞാൻ എന്നെ ചേർത്തിട്ടില്ല. അമ്മ പറഞ്ഞ പൈസ എന്തെങ്കിലും കിട്ടിയിട്ട് ചേർക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. നിങ്ങൾ ആ സ്വന്തം കുടുംബത്തിലുള്ള ഒരാളോട് ചോദിക്കണം മാതിരിയാണ് ചോദിക്കുന്നത്. അതെ, സ്വന്തം എന്താ പറയുക, ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എത്തിമാർ കുട്ടിയാണ്, ബാപ്പയില്ല, ആരോടാ പറയാ. ഇമ്മാനോട് ചോദിച്ചപ്പോൾ പൈസ ഇല്ലാന്ന് പറഞ്ഞു. അവനക്ക് എന്ത് ചെയ്ത് കൊടുത്ത് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അവനക്ക് സ്കൂളിൽ ചേർക്കാനുള്ള യൂണിഫോമിനുള്ളതും ബാഗിനുള്ളതും സകല സാമഗ്രികളും മേടിച്ചു കൊടുത്ത് വലിയൊരു ഹയർ മോനത് അയച്ചു തന്ന് കിട്ടിയത്. മോനക്കൊരു ചെരുപ്പ് കൊടുക്കണം, കുറച്ച് സാധനങ്ങൾ പേരൊക്കെ എങ്ങനെ വാങ്ങാന്ന് ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ സാധനങ്ങളൊന്നും ഇല്ല കഴിഞ്ഞിട്ട് അത് വാങ്ങാം. ഞാൻ നാളെ സ്കൂളിൽ കൊണ്ടു ചേർക്കാം. യൂണിഫോം കൊടുത്തിട്ട് അടിക്കാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആര് അയച്ചു തന്നാണെങ്കിൽ ആരെ വകയാണെങ്കിൽ അള്ളാഹു ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. അവരെല്ലാ കാര്യങ്ങളും റബ്ബ് നടത്തി കൊടുക്കട്ടെ. എൻ്റെ കുട്ടിൻ്റെ പഠിപ്പിൻ്റെ കാര്യം ആലോചിച്ചിട്ട് കൊടുത്തുകൊണ്ടായിരുന്നില്ല. നമ്മളോട് എപ്പോഴും പറഞ്ഞതിനൊക്കെ ഒരു കണക്കില്ലേ, അത് കാരണം പറയാതിരുന്നതാണ്. റബ്ബ് അവർക്ക് എല്ലാ റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ. എൻ്റെ മോൻ്റെ ഇന്ത്യയിൽ ദോയല്ല എപ്പോഴും ഉണ്ടാവും. നിങ്ങളാണ് അതിൻ്റെ ആൾക്കാർ, നിങ്ങൾക്കും മക്കൾക്കും അവരുടെ കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ടാവും. റബ്ബ് എല്ലാ കാര്യങ്ങളും അവർക്ക് നിറവേറ്റി കൊടുക്കട്ടെ. ഫോണിൽ കൂടെ ഹമീദ് കുറ്റൂരിനോട് സഹായം ചോദിച്ചതാ, ഒരു നിവർത്തിയിലായിട്ട് ചോദിച്ചതാ. അങ്ങനെ ഓനെ സഹായം ചെയ്തു കൊടുക്കണം. ഈ ഹമീദ് കുറ്റൂർ എന്ന് പറഞ്ഞ വ്യക്തി വലിയ പണമുള്ളതൊന്നല്ല. അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട അവനെ കുറിച്ച്. അജ്മാലിൻ്റെ ഒരു പ്രവാസിയാണ്. അവൻ്റെ പല വീഡിയോകളും നമ്മളൊക്കെ ഇവിടെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഈ കച്ചറ ബോക്സിൻ്റെ അടുത്ത് വരുന്ന സാധനങ്ങൾ അതെടുത്തു കൊണ്ടുവരാം, എന്നിട്ട് അത് ആവശ്യക്കാർക്ക് അത് കൊടുക്കുക. ഇപ്പോൾ പള്ളികളിലൊക്കെ വർക്ക് എടുക്കുന്ന ഒരാളാണ്. പള്ളിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് അവൻ്റെ ഫാമിലി അടക്കം താമസിക്കുന്നത്. ആ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടാവും അല്ലേ? ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും അതിനിടയ്ക്ക് ആളുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കും, അതൊക്കെ ചെയ്തു കൊടുക്കും. എനിക്ക് എന്തോന്നില്ലാത്ത സന്തോഷം വരും. അതുപോലെ തന്നെ അൻസാരി സുഹൃത്ത് ഉസ്താദ് ഇപ്പോൾ 21 ലക്ഷം റുപ്യാണ് ചെറിയ സമയം കൊണ്ട് ഉസ്താദ് തിരിച്ചെടുത്തത് എന്നുള്ളതാണ്. അതുപോരാ, ഇനിയും ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഉസ്താദ് കുറച്ചുകൂടെ പറയുന്നുണ്ട്. അങ്ങനെ കിനാവ് കാണാൻ കഴിയാത്ത മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്തു? കിനാവ് കാണാൻ പഠിപ്പിച്ചു. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ഒത്തുചേർന്നപ്പോൾ, നമ്മൾ കേരളീയർ ഒന്നിച്ചു ചേർന്നപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷമാണ് ഇതുവരെ 21 ലക്ഷം രൂപയായിട്ടുണ്ട്. ഇനിയും നമ്മൾ ബാക്കിയുള്ള ചെലവിലേക്കുള്ള പൈസ നമ്മളെല്ലാം കൂടെ ചേരുമ്പോൾ അതൊക്കെ ഇവിടെ സാധ്യമാകും. ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് പറയുന്നത്, ഏറ്റവും വലിയ ലഹരി ആവേണ്ടത് മറ്റൊരു മനുഷ്യൻ്റെ മുഖത്ത് പുഞ്ചിരി വളർത്താൻ കഴിയുക എന്നുള്ളതാണ്. മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൂടി ചെല്ലണം, എന്നിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ആരെങ്കിലും നമ്മളെ ഓർക്കൂലേ? അല്ല, ഈ ഭൂമിയിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ജലാശയത്തിൽ ചില കോമളകൾ വരുമ്പോഴാണ് അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇല്ലാതായി പോകും, വെള്ളത്തിൽ തന്നെ അലിഞ്ഞു പോകും. അങ്ങനെയല്ലോ നമ്മൾ മനുഷ്യർ. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ, കമ്മിറ്റ്മെൻ്റ് ഇല്ലേ, നമുക്ക് കുറേ പ്രതിബദ്ധതയൊക്കെ വേണ്ടേ നമുക്ക് മനുഷ്യരോട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ സൽക്കർമ്മം എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് പങ്കെടുക്കാനാണ്. അപ്പോൾ മലയാളികളെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം തരട്ടെ. ഒന്നുകൂടി പറയാണ്, ആശ്രിതർക്കാശ്വാസമേകുന്നോരെല്ലാം അളവറ്റ ഫിർദൗസിൽ എന്നൊപ്പമല്ലോ. ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലാണ് ആശ്രിതർക്ക് ആശ്രയം കൊടുക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ഉസ്താദിന്റെ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ തന്നെ തോന്നും. അപ്പോൾ അത്ര ലക്ഷങ്ങൾ പിരിച്ചതിന്റെ മെയിൻ ക്രെഡിറ്റ് ഉസ്താദിന് തന്നെ കേട്ടോ. എല്ലാവരുടെ കയ്യിലും കാശുണ്ടാവും അല്ലേ? ഇതൊക്കെ പാട് സ്വരൂപിക്കണമെങ്കിൽ അതാർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് ഉസ്താദിനെ പോലത്തെ ആളുകൾക്കേ കഴിയുള്ളൂ. അപ്പം എൻ്റെ നാട്ടിലൊക്കെ പല പിരിവുകളും സംഘടിപ്പിക്കാറുണ്ട്. പല രോഗികളൊക്കെ പ്രയാസത്തിൽ കടന്നേക്ക് എത്രയോ ടൈം എടുക്കും ആ പിരിവൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. എങ്കിലും വെച്ചാൽ പലപ്പോഴും അത്തരത്തിലുള്ള പിരിവ് നിർത്തിവെക്കാറാണ്. ഇപ്പൊ ഇവിടെ നിമിഷങ്ങൾ കൊണ്ട് 21 ലക്ഷം പിരിക്കാന്നൊക്കെ കേട്ടപ്പോൾ അതാ ഉസ്താദിന്റെ ആ വാക്കുകൾ, നമ്മളോടുള്ള സംസാരം, ഇതൊക്കെ എന്നൊക്കെ ആളുകൾ സ്നേഹത്തോട് കൂടിയിട്ട് ആ കൊടുക്കുകയാണ് അത് കാണുമ്പോൾ. അതുപോലെ തന്നെ ഹമീദ് കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ നമുക്ക് കേട്ടോക്കാം. ചെയ്ത് കൊടുത്തപ്പോൾ വാടകക്കാരനപ്പോൾ വാടക കൊടുക്കണോ ചോദിച്ചപ്പോൾ 2 മാസം വാടക കൊടുക്കണമായിരുന്നു. അപ്പോൾ അതും കൊടുത്തതാണ് സംഭവം. ചോദിക്കാൻ തോന്നിയൊരു മനസ്സുണ്ടല്ലോ, വാടക കൊടുത്തോന്നു. അതിനെ എത്ര പറഞ്ഞാലും തീരൂല.
റബ്ബ് എല്ലാ കാര്യങ്ങളും കൊണ്ട് വിജയിപ്പിച്ച് തരട്ടെ. ആവട്ടെ, അള്ളാഹു കാക്കട്ടെ. പൈസ കൊടുത്ത ചെങ്ങനെ അള്ളാഹു ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. മാഷാല്ലാ. വാടക കൊടുത്ത ഒരാളും അതുപോലെ തന്നെ ഇവർ സ്കൂളിൻ്റെ പൈസയും ബാഗിൻ്റെ പൈസയും ഇതൊക്കെ കൊടുത്തത് ഒരു മാലാഖിയാണ്. മാഷാല്ലാ. അള്ളാഹു ബർക്കത്തായിട്ട് അള്ളാഹു ഹൈറാക്കട്ടെ. അള്ളാഹു ഇത് ശരിയായ ഒരു അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ സന്തോഷം. കാരണം അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. കാരണം അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കേസൊന്നുമല്ലല്ലോ. മാഷാല്ലാ. അവരാ സന്തോഷം എത്ര വെച്ചിട്ടാണ്. അൽഹംദുലില്ലാ. എന്താ പറയേണ്ടത് തന്നെ എനിക്കെന്നെ അറിയില്ല. അൽഹംദുലില്ലാ. അപ്പോൾ ചങ്കളെ ചെയ്തു കൊടുത്ത ചങ്കൾക്ക് അള്ളാഹു ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. ലോകത്ത് പരലോകത്ത് ഇതിൻ്റെ പ്രതിഫലങ്ങൾ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ തന്നെ ഒരാളെ പേരെ കൂടെ ഞാൻ ഹമീദ് കുറ്റൂർ. ആമീൻ. അപ്പോൾ അമിതിന്റെ വാക്കാണ് കേട്ടത് നമ്മൾ, അല്ലേ? രണ്ടാളെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി പോകാറുണ്ട് പലപ്പോഴും, അല്ലെ? ഓരോ പിന്നെ ഹമീദൊക്കെ ശരിക്ക് എത്ര അവനൊക്കെ കഷ്ടപ്പെടുന്നത് തന്നെ അവന്റെ വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അതിനിടക്കാണ് അവൻ ഓരോ സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്ന് അതില് നല്ലതും ആകാത്തതും ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളതാണ് അതൊക്കെ ശരിയാക്കി അതിന്റെ രീതിയിലാക്കി അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം. അവന്റെ സഹായിയായിട്ട് അവന്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളൊക്കെ ഒപ്പം ഉള്ളൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റും. എന്തായാലും പലപ്പോഴും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോവാണ്. ഇവരുടെ അടുത്തൊന്നും അധികം കാശൊന്നും ഇല്ല. ഹമീദിന്റെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. വളരെ ചെറിയൊരു വീടാണ്, എന്നാലും ഭയങ്കര സന്തോഷത്തിലാണ്. ഒരുപാട് ആൾക്കാർ അവരെ കാശുകൾ ഏൽപ്പിക്കാൻ അതൊക്കെ കണ്ടുകൊണ്ട് അവർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കണ്ടിട്ട് നോക്കി നിങ്ങൾ മലയാളികൾ എത്ര ഉഷാറല്ലേ. അത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ ഏൽപ്പിക്കണം ഓരോ കാര്യങ്ങൾ. അത് ഉത്തരവാദിത്തോടു കൂടി ഇതൊക്കെ ഇങ്ങനെ ചെയ്തു തീർക്കുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പോവാണ്.